ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉരുളക്കിഴങ്ങ് മാത്രം അത് മാത്രം കൊണ്ട് ഒരു സ്റ്റൂ ആണ്. ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഞാനത് അരിഞ്ഞത് കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിലയും കൂടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു ആ ഉള്ളി ഒന്ന് വാടിക്കിട്ടണം, പച്ചമുളകും ഒന്ന് വാടിക്കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഒരു 2 ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ സ്റ്റൂ ഉണ്ടാക്കുന്നത്. തേങ്ങയുടെ പാലാണ് പിഴിഞ്ഞ് വെച്ചേക്കണേ. അതാവും ഉരുളക്കിഴങ്ങ്, ഉള്ളി വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഉരുളക്കിഴങ്ങും ചേർത്തു, രണ്ടാം പാലും ചേർത്തു കേട്ടോ. അത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനകത്ത് ഗരം മസാല അങ്ങനെയുള്ള ഒന്നുമില്ല. ഇതിനകത്ത് ആകെയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ തേങ്ങാപ്പാലും പച്ചമുളകും ഇഞ്ചി, ഉള്ളി, കരിവേപ്പിലയും മാത്രമേ ഉള്ളൂ ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ. ഇനി ഇതിനകത്തേക്ക് ഒരല്പം പച്ച കരിവേപ്പില ഇട്ടിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും. അതാണ് ഈ സ്റ്റൂ. ഉണ്ട്, കുറച്ച് പച്ച കരിവേപ്പില ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഇത് ഗരം മസാല അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിക്കൻ സ്റ്റൂ പോലെയോ മട്ടൻ സ്റ്റൂ പോലെയുള്ള ടേസ്റ്റല്ല, വേറൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണിത്. കഴിക്കാം നന്നായിട്ട്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, പാലപ്പത്തിൻ്റെ കൂട്ടത്തിൽ. ഇപ്പോൾ ഞാൻ അപ്പം കൂടി ഉണ്ടാക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ സ്റ്റൂ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടേ, അപ്പം ഉണ്ടാക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പത്തിന് ഞാൻ തലേ ദിവസം മാവ് അരച്ച് വെച്ചിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല അപ്പം കിട്ടിയിട്ടുണ്ട്. ആ പച്ചരിയും തേങ്ങയും ഇച്ചിരി ചോറും പിന്നെ അരിയുടെ ഒരു സ്പൂണ് അരിപ്പൊടി കുറുക്കിയതും കൂടി ചേർത്തിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത്. അതിനകത്ത് ഈസ്റ്റ് പഞ്ചസാരയും ചേർത്തു. നല്ല അപ്പമാണ്, നല്ല സോഫ്റ്റാണ്. ആ സൈഡൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ, ക്രിസ്പി ആയിട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായവും പറയണം. എന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഞാൻ എന്നും പറയാറില്ല, ഇന്ന് ഞാൻ പറയുകയാണ്, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.